ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വറുത്തരച്ച മീൻ കറി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ, വളരെ ഷോർട്ട് കട്ടിൽ, ബാച്ചിലേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഈസി ടേസ്റ്റി മീൻ കറി. വറുത്തരച്ച വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മീൻ കറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം, അതുപോലെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യണം. ഓക്കെ, വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് നമുക്കിതൊന്ന് വറുക്കാം. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളക്, ഒരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം മീഡിയം സൈസ് ഇഞ്ചി, ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും. ഇത് നമുക്കൊന്ന് പെട്ടെന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നോർമലി നമ്മളൊരു ഫിഷ് കറി വയ്ക്കുമ്പോഴേക്കും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ടാണല്ലോ നമ്മൾ അതിലേക്ക് പൊടികളിടണേ. അപ്പോൾ ആ ഒരു ഫേസ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ പാത്രത്തിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ ഈസി ആയിട്ട് ബാച്ചിലേഴ്സിനൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചെറിയ പെട്ടെന്നുള്ളൊരു വറുത്തരച്ച മീൻ കറിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നമ്മുടെ തേങ്ങയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ വഴറ്റിയെടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ല, അതിനേലും കുറവ്, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ കറി കുറേ കൂടി മഞ്ഞ കളറായി പോകും. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇതിൽ കുറച്ചിടാം. ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ വെച്ചിട്ടുള്ള കറി എപ്പോൾ ചെയ്യുമ്പോഴും നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നതാണ്, വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ, നല്ല കളറും നല്ല മണവും വരുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ നന്നായി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അതുപോലെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തീ ഓഫ് ചെയ്താൽ പോലും ഒരു 5 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മളത് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മീനിലേക്ക് അത് കറി നമ്മുടെ ഗ്രേവി അടിച്ചെടുത്ത അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സിയും കൂടി കഴുകി ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര വെള്ളമാണോ വേണ്ടത് അതും പ്ലസ് ഒരു കുറച്ച് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കറിയൊക്കെ പറ്റി വരുമ്പോഴേക്കും പാകത്തിനായിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് നമുക്ക് പുളി ഇട്ട് കൊടുക്കണം, ഉപ്പിട്ട് കൊടുക്കണം, ബാക്കിയെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നോർമലി നമ്മൾ ആ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരയ്ക്കുന്ന അതേ ടൈം മാത്രമേ എടുത്തിട്ടുള്ളൂ, മീൻ വഴറ്റുന്ന അതേ ടൈം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മീനിൻ്റെ ഗ്രേവി നല്ല തിക്കായിരിക്കും. അപ്പോൾ മീൻ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുളി ഇട്ടും കൊടുത്തിട്ടുണ്ട്, ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ സിമ്മിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ മീനിന് നന്നായി നമ്മുടെ ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് വരുള്ളൂ. കുറച്ച് കട്ടിയുള്ള എല്ലാ മീനും ഇങ്ങനെ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ്. കാരണം അല്ലെങ്കിൽ കട്ടിയുള്ള മീൻ നമ്മൾ സാധാരണ പോലെ കറി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് സാധാരണ കിട്ടാറില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെയും ചോറിൻ്റെ കൂടെയും നല്ല രീതിയിൽ പോകുന്ന ഒരു കറിയാണേ. ഇപ്പോൾ സിമ്പിളാണ്, വേറെ ഒന്നുമില്ല ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഫൈനലി നമ്മളൊരു ഗ്രേവി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇതിന്. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിത് സിമ്മിൽ വയ്ക്കാൻ പോവാം. നമുക്കൊരു ഫൈനൽ ഗ്രേവിയും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. കറി സെറ്റായിട്ടുണ്ട്, കണ്ടോ, തിളച്ച് വറ്റി കറി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പോലെ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ നന്നായി പൊട്ടി വരട്ടെ.
ഉലുവ പൊട്ടിയപ്പോൾ ഒരു 4-5 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ, നല്ല ഗോൾഡൻ യെല്ലോ ആവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായി ഗോൾഡൻ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.